പിടിക്കുകയായിരുന്നു. മുറിയിലെ വായുവിന് പെട്ടെന്ന് കനം കൂടിയതുപോലെ, വെളിച്ചമുണ്ടായിരുന്നിട്ടും ഇരുട്ട് മൂലകളിൽ ഒളിച്ചിരിക്കുന്നതുപോലെ തോന്നി. തന്റെ 28ാം ജന്മദിനത്തിൽ അമ്മയിൽ നിന്നൊരു വലിയ സമ്മാനം ഡോണ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷേ ഒരു സ്വർണമാലയോ അതോ പുതിയൊരു വാച്ചോ. പക്ഷേ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അമ്മയുടെ കൈകളിൽ ഒരു പഴയ തുന്നിച്ചേർത്ത റാഗഡി ആൻ പാവയായിരുന്നു. ചുവന്ന നൂൽമുടിയും തിളക്കമില്ലാത്ത വലിയ ബട്ടൺ കണ്ണുകളുമുള്ള ഒരു സാധാരണ പാവ. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു. ഇതാണോ അമ്മേ എനിക്ക് തന്ന സമ്മാനം? ഞാൻ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഡോണയുടെ സ്വരത്തിൽ നിരാശ നിഴലിച്ചു. ഇതൊരു പഴയ കടയിൽ നിന്ന് കിട്ടിയതാണ് മോളെ, നിനക്ക് കൂട്ടിരിക്കട്ടെ. അമ്മ അത് അവളുടെ കട്ടിലിൽ വെച്ച് മടങ്ങി. ഡോണയ്ക്കറിയില്ലായിരുന്നു ആ പാവയോടൊപ്പം മറ്റെന്തോ ഒന്നുകൂടി ആ മുറിയിലേക്ക് കയറിക്കൂടിയെന്ന്. വാതിലടഞ്ഞതും മുറിയിലെ തണുപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. സെപ്റ്റംബർ 10 രാത്രി 11:30. ആദ്യത്തെ മാറ്റം ഡോണ ശ്രദ്ധിച്ചു. അവൾ പാവയെ കട്ടിലിൽ ഇരുത്തിയാണ് ഉറങ്ങാൻ പോയത്. പാതിരാത്രിയിൽ വല്ലാത്തൊരു തണുപ്പ് തോന്നി അവൾ ഉണർന്നു. വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. പാവ കട്ടിലിലില്ല, പകരം അത് തറയിലിരിക്കുന്നു. കൈകൾ വിരിച്ചുവെച്ച് ആരോ അവിടെ എറിഞ്ഞതുപോലെ. ആ ബട്ടൺ കണ്ണുകൾ നിലാവെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആഞ്ചി, നീ പാവയെടുത്തു ആഞ്ചി? ഡോണ തന്റെ റൂംമേറ്റിനോട് ചോദിച്ചു. ഇല്ല ഡോണ, ഞാൻ നിന്റെ മുറിയിൽ കയറിയിട്ട് പോലുമില്ല. നിനക്ക് തോന്നുന്നതാകും. ആഞ്ചി തിരിഞ്ഞു കിടന്നുറങ്ങി. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത് തുടർന്നു. പാവയുടെ കൈകൾ ക്രമാതീതമായി വളയുന്നതും കാലുകൾ പിണച്ചുവെച്ച് മനുഷ്യരെപ്പോലെ ഇരിക്കുന്നതും അവർ കണ്ടു. ചിലപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ പാവയുടെ വിരലുകൾക്കിടയിൽ ചാരനിറത്തിലുള്ള ചെറിയ കടലാസ് കഷ്ണങ്ങൾ കണ്ടെത്തി. അതിൽ വിറയ്ക്കുന്ന അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു ഹെൽപ്പസ്. അങ്ങനെയുള്ള പേപ്പറുകൾ ആ വീട്ടിലില്ലായിരുന്നു. ഭയം അവരുടെ ഉള്ളിലേക്ക് അരിച്ചു കയറി. സെപ്റ്റംബർ 15 1970. അവരുടെ സുഹൃത്തായ ലൂ അപ്പാർട്ട്മെന്റിൽ വന്ന ദിവസം. പാവയെ കണ്ടതും അവൻ വിറച്ചുപോയി. അവന്റെ മുഖം വിളറി. ഡോണ, ആ പാവയുടെ കണ്ണുകൾ നോക്ക്. അത് നമ്മളെ പിന്തുടരുന്നത് പോലെ തോന്നുന്നില്ലേ? അതിനെ ഇവിടുന്ന് മാറ്റൂ, അതിലെന്തോ തകരാറുണ്ട്. ലൂ അലറി. അവന്റെ ശബ്ദം പേടിയാൽ വിറയ്ക്കുന്നായിരുന്നു. നീ വെറുതെ പേടിക്കണ്ടല്ലോ, ഇതൊരു വെറും പാവയല്ലേ? ഡോണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി ലൂ അവിടെ ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി അവൻ ഉണർന്നു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഇരുട്ടിൽ തിളങ്ങുന്ന ആ പാവയുടെ കണ്ണുകളാണ്. അതവന്റെ നെഞ്ചിനു മുകളിലിരിക്കുന്നു. അതിന്റെ ചെറിയ